രേവന്ത് റെഡ്ഡി പോ മോനെ വിജയ എന്ന് പറയുന്നത് പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള വൊക്കാബുലറി ഉണ്ടാവില്ലല്ലോ, ഈ ഭാഷ അറിയില്ലല്ലോ. രേവന്ത് റെഡ്ഡി കൊണ്ട് ആരോ ഒരാൾ പറയിപ്പിച്ചായിരിക്കുമല്ലോ. ഇവിടെയുള്ള ഇതൊരു കോൺഗ്രസ് ക്യാമ്പയിനർ അല്ലെങ്കിൽ ക്യാമ്പയിൻ മാനേജർ പറയിപ്പിച്ചായിരിക്കുമല്ലോ. അവിടെയാണ് ഇത് പിഴക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ആ ക്യാമ്പയിൻ മാനേജർ രേവന്ത് റെഡ്ഡിയെ കൊണ്ട് അത് പറയിപ്പിച്ചു എന്നുള്ളിടത്താണ് ഇതിലൊന്നാം പിഴവ് കിടക്കുന്നത്. രേവന്ത് റെഡ്ഡി വെറുമൊരു പ്രഭാഷകനല്ല, പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാവുന്നൊരു പ്രഭാഷകൻ പാർട്ടി നേതാവ് മാത്രമല്ല, കോൺഗ്രസ് നേതാവ് മാത്രമല്ല, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഈ വാക്ക് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അതേ പദവിയിലിരിക്കുന്ന, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ പദവിയിലിരുന്നിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ രാഷ്ട്രീയ പരിചയമുള്ള, അനുഭവ പരിചയമുള്ള, പ്രായമുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഈ ഒരു പ്രയോഗം നടത്തുക എന്നുള്ളത് അസംബന്ധമാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. രേവന്ത് റെഡ്ഡി ഓക്കെ വന്നു പറഞ്ഞു പോയി, കോൺഗ്രസ് ലീഡർഷിപ്പ് അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല. ഞാൻ മുമ്പ് അവിടെ പറഞ്ഞ കാര്യമുണ്ട്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതകളിലൊന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന, ഇലക്ഷൻ ഡിബേറ്റ് നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. മറ്റ് പല സംസ്ഥാനങ്ങളും നടക്കുന്നത് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്ര ഫാർ അഹെഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മോശം ഭാഷ ഉപയോഗിച്ച് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ പദപ്രയോഗം നടത്തുക എന്നുള്ളതാണ് ഇതിലെ പിഴവ്, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ അബദ്ധം.